ഹലോ. അപ്പം നമ്മൾ ഇന്നൊരു സ്ഥലത്ത് വന്നിട്ടുള്ളത് വേറെ എവിടെയുമല്ല, പറശ്ശിനിക്കടവിലാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ. അപ്പോൾ പറശ്ശിനിക്കടവ് അമ്പലം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഹസ്ബൻഡ് വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ട് നമ്മൾ രണ്ടാളും വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുമെന്ന്. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമല്ല. മുന്നേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്, ഇപ്പം പിന്നെ കുറേ ആയി വരാത്ത. ഇപ്പോൾ ലാസ്റ്റ് വന്നത് ഇവിടെ ഉത്സവത്തിൻ്റെ സമയത്ത് ഡിസംബറിലാ മറ്റാണ് നമ്മൾ വന്നത്. പിന്നെ എപ്പം വരണം എന്ന് വിചാരിച്ചാലും എന്താ പറയുക, വരാൻ പറ്റലേ ഇല്ല, എന്തെങ്കിലും എല്ലാം തിരക്കെല്ലാവർക്കും. അപ്പോൾ സ്കൂൾ പൂട്ടിയ സമയത്ത് വരണം എന്ന് വിചാരിച്ചു, അപ്പോൾ അന്നേരവും നടന്നിട്ടില്ല. അപ്പോൾ ഇന്നെന്തോ പെട്ടെന്ന് ഒരു തോന്നിയിട്ട് വന്നതാണ്. നമ്മൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ 7 മണിയെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ അങ്ങനെ ആളും തിരക്കൊന്നുമില്ല. പകലാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, അത്രയും തിരക്കായിരിക്കും. ഇനി എന്താ പറയുക, ലീവ് ഇല്ല ദിവസമായാലും ഇല്ലാത്ത ദിവസമായാലും എല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഉള്ളിലെല്ലാം കയറിയിട്ട് തൊഴുതു. അപ്പോൾ മുത്തപ്പൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ പറ്റിയിട്ടില്ല. അവിടെ എഴുതി വെച്ചിട്ടെല്ലാം ഉണ്ട്, മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആരും അങ്ങനെ എടുക്കുന്നൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ മുത്തപ്പനെല്ലാം കണ്ട് പ്രാർത്ഥിച്ച് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഉള്ളിൽ മാത്രം നല്ല തിരക്കുണ്ട് കേട്ടോ, മുത്തപ്പൻ ഇല്ലാണ്ട് തന്നെ. ബാക്കി ഇവിടെ പുറത്തൊന്നും അങ്ങനെ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടുന്ന് പ്രസാദം വാങ്ങിയിട്ടുണ്ട്. ഉള്ളിലിരുന്നിട്ട് ചായ കുടിക്കാനൊന്നും നിന്നിട്ടില്ല, അവിടെ നല്ല തിരക്കാണ്, ബെഞ്ചൊന്നും ഒഴിവൊന്നുമില്ല. അപ്പോൾ അധികം ആൾക്കാർ ഇതേപോലെ വാങ്ങിയിട്ട് പുറത്ത് വന്നിട്ട് തിന്നലും പിന്നെ ചില ആൾ വീട്ടിലേക്ക് കൊണ്ടുപോകലാണ് ചെയ്തത്. അപ്പോൾ നമ്മളും അതേപോലെ തന്നെ അവിടുന്ന് വാങ്ങിയിട്ട് 3 ആളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 എണ്ണം ഞാനൊരു കവറിലിട്ടിട്ട് വീട്ടിലേക്ക് എടുക്കുക ചെയ്തത്. അപ്പോൾ ഒന്ന് നമ്മൾ 3 ആളും കൂടിയിട്ട് അവിടെ നിന്നിട്ട് തന്നെ കഴിച്ചു. അപ്പോൾ പാറു ആദ്യം വേണ്ടാന്നെല്ലാം പറഞ്ഞാണ്. അപ്പോൾ പിന്നെ നമ്മൾ കഴിക്കുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു ഓളും അതിൽ നിന്ന് എടുത്തിട്ട് തിന്നു. പിന്നെ രാത്രിക്ക് ഇവിടെ ചോറെല്ലാം ഉണ്ട്, പക്ഷെ ചോറ് കഴിക്കാൻ നമ്മൾ നിന്നിട്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ചായയെല്ലാം കുടിച്ചപ്പാടെ ഇറങ്ങിയതാണ്. അപ്പോൾ ആർക്കും അങ്ങനെ വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോറ് കഴിക്കാൻ നിന്നിട്ടില്ല. പിന്നെ ഇവക്കാണെങ്കിൽ തിരക്ക്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എന്താ പറയുക, ഈ കാണുന്ന ചന്തയിലെല്ലാം പോയിട്ട് എന്തെങ്കിലും വാങ്ങിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും വാങ്ങി തരൂല എന്ന് പറഞ്ഞിട്ടെല്ലാം വന്നതാണ്, പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്കെല്ലാം സ്വഭാവം മാറിയിനി. പിന്നെ പകൽ വരുന്നതിനേക്കാളും ഈ ഒരു രാത്രി സമയത്തെല്ലാം വരുന്നതാണ് കൂടുതൽ നല്ലത്. നമുക്ക് തിരക്കൊന്നും ഇല്ലാണ്ട് സമാധാനമായിട്ട് തൊഴാനും പറ്റും, പിന്നെ അങ്ങനെ സ്വസ്ഥമായിട്ട് നടക്കാനും പറ്റും. അപ്പോൾ പകൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ അവസാനം ഈ ഒരു ഫാൻസിയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ കയറണമെന്ന് വിചാരിച്ചൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കുറേ എന്താ പറയുക, കൃഷ്ണൻ്റെ എല്ലാം പ്രതിമയെല്ലാം കണ്ടിട്ട് കയറിയത്. അപ്പോൾ അതിൽ 2 എണ്ണം വലുതുണ്ടായിന്. അപ്പോൾ അടുത്തുനിന്നൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പോൾ പിന്നെ വിചാരിച്ച് ഏതായാലും എന്തെങ്കിലും വാങ്ങിക്കളയാന്ന് വിചാരിച്ചിട്ട് ഞാനിവിടുന്ന് ഒരു നെയിൽ പോളിഷ് വാങ്ങിയിന്. അപ്പോൾ ഇവളോട് എന്തെങ്കിലും മാലയോ വളയോ അങ്ങനത്തെ എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ട് ഇവൾക്ക് അങ്ങനത്തെ ഒന്നും വേണ്ട. ഇങ്ങനെയുള്ളൊരു സാധനം ഇവൾ വാങ്ങൂല. വേറെ എന്തെങ്കിലും വേണ്ടാത്ത ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് മാത്രമേ വാങ്ങൂലൂ. അപ്പോൾ കുറേ നേരം ആണെന്നെല്ലാം നോക്കീന്, എന്നിട്ട് ഓക്കെ പിടിച്ചതൊന്നും ആടി ഉണ്ടായിട്ടില്ല. ഈ ഒരു ഷോപ്പ് ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയതാണ്, ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടില്ലൂ. അപ്പോൾ ഇവിടെ ഒരുപാട് എന്താ പറയുക, പ്രതിമയും ഫോട്ടോസെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ വെയിറ്റ് നോക്കാനാണ് വന്നത്. ഇവിടെ നമ്മളെപ്പം വന്നാലും 3 ആളെയും വെയിറ്റ് നോക്കും. അപ്പോൾ ഇത് കോയിൻസ് ഇട്ടിട്ട് വെയിറ്റ് നോക്കുന്ന മെഷീനാണ്. അപ്പോൾ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ 2 ആളെയും വെയിറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. പാറുൻ്റെത് പിന്നെ സ്കൂളിൽ നിന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചക്ക് നോക്കുന്നതാണ്. അപ്പോൾ ഓളത് ഏകദേശം നമുക്കറിയാം. പിന്നെ ഓളൊരാഗ്രഹത്തിന് ഓളത് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇവളച്ഛൻ്റെത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് വെയിറ്റ്, ഇത്രയൊന്നും അല്ലായിരുന്നു ഉണ്ടായത്, കുറച്ച് കുറഞ്ഞു. പിന്നെ അടുത്തത് നോക്കിയത് ഞാനാണ്. എൻ്റെത് പിന്നെ പറയണ്ട, എപ്പം നോക്കിയാലും ഈ ഒരു വെയിറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. ഒന്നാമത് ഞാൻ അധികം ഹൈറ്റ് ഇല്ലാത്തതാണ്. അപ്പോൾ എൻ്റെ ഹൈറ്റിന് ഈ വെയിറ്റെല്ലാം ഭയങ്കര ഓവറാണ്. അപ്പോൾ ഹോസ്പിറ്റലിലെല്ലാം പോയ സമയത്ത് ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു വെയിറ്റ് കൂടുതലാന്ന് കുറക്കണം. പക്ഷേ എത്ര എന്താ പറയുക നോക്കിയാലും വെയിറ്റ് മാത്രം കുറയില്ല. ഫുഡെല്ലാം കഴിക്കൽ കുറവാണ്, പക്ഷെ എന്താണെന്നറിയില്ല, ഇങ്ങനെ എന്താ പറയുക,
തടി മാത്രം കുറയില്ല. അപ്പോൾ വെയിറ്റ് നോക്കിക്കഴിഞ്ഞ് പിന്നെ നാളാകുമ്പോൾ അപ്പുറത്തെ ഒരു ഷോപ്പിൽ പോയിട്ട് ഓക്കൊരു ബുക്ക് വാങ്ങിക്കൊടുത്തിന്. എന്തോ ഒരു സ്ക്രാച്ച് കളറിങ് ബുക്ക് അങ്ങനെ എന്തോ ഒരു സംഭവം വന്നു. അപ്പോൾ കുറേ നോക്കിയിട്ടാണ് അവസാനം അതൊന്ന് സെലക്ട് ചെയ്തിട്ടാണെന്ന് ഇറങ്ങിയത്. അപ്പോൾ അതിന് തന്നെ എന്താ പറയുക, ഭയങ്കര വിലയാണ്. 70 ഉറുപ്പ്യാണ് ആ ഒരു നോട്ടിന്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇതെല്ലാം വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുത്താണ്. അപ്പോൾ നമ്മളിങ്ങ് വരുന്ന സമയത്ത് തന്നെ ആൾക്കാർ പിന്നെയും വന്നുകൊണ്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് എല്ലാം ഏകദേശം ഫുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ കൊള്ളാണ്ട് അപ്പുറത്ത് വേറെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെയെല്ലാം പാർക്കിംഗ് ഫുള്ളാണ്. അപ്പോൾ ഇതാന്ന് ഇട്ടാൽ നമ്മളെ വണ്ടി, ഓട്ടോ ആണ്. അപ്പോൾ ഇവിടെ 20 രൂപ കൊടുത്തിട്ടാണ് വണ്ടി 20 അല്ല 30 രൂപ കൊടുത്തിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തത്. ഇവിടെയെല്ലാം എപ്പം പാർക്കിംഗ് എല്ലാം ഫുള്ളായിരിക്കും. ഒന്നാമത് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എപ്പോൾ ഇവിടെ വെക്കാനൊന്നും പറ്റില്ല. അധികം നമ്മൾ അങ്ങ് അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെയെല്ലാം വണ്ടി വെക്കൽ, എന്നിട്ട് കുറേ ഇങ്ങോട്ട് നടക്കലാണ്. ഇല്ലെങ്കിൽ പിന്നെ മുകളിൽ വണ്ടി വെച്ചിട്ട് അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വരണം. അപ്പം അങ്ങനെ നിൽക്കയില്ല. സ്റ്റെപ്പ് ഇറങ്ങിയിട്ടെല്ലാം വരുത്തും മെനക്കെടായതുകൊണ്ട് അധികം താഴേക്ക് തന്നെ വണ്ടി വരുത്താണ്. അപ്പോൾ വണ്ടി കയറിയ പാടെ തന്നെ ഇവളെ ആ ബുക്കെല്ലാം പൊളിച്ചിട്ട് അതിൽ ചിത്രപ്പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവക്ക് എന്ന് പറഞ്ഞാൽ എന്ത് സാധനം കയ്യിൽ കിട്ടിയല്ല ആ സ്പോട്ടിൽ അത് അയച്ചു നോക്കിയില്ലെങ്കിൽ സമാധാനക്കേടാ. അപ്പോൾ ഈ ഒരു ബുക്കിനാണ് 70 രൂപ. ഇതുപോലത്തെ ഇവിടെ ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം ഉണ്ട്. അവരതെല്ലാം കണ്ടിങ്ങനെ ഓരോന്ന് നോക്കി വെക്കും. എന്നിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോയാൽ അത് വാങ്ങുകയും ചെയ്യും. അതാണ് ഇവളെ പരിപാടി. പിന്നെ വാങ്ങിക്കൊടുക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആളെ കൂട്ടത്തുനിന്നായാലും കരയുകയും ചെയ്യും. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലതായാലും മോശമായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്തഭിപ്രായമായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.